യൂട്യൂബിൽ ഓൾറെഡി പലർക്കും പഴയതുപോലെ വീസി കിട്ടാതിരിക്കുന്ന ഒരു സമയമാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യൂട്യൂബ് 4 ബാഡ് അപ്ഡേറ്റ്സ് യൂട്യൂബിൽ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒരു 4 വേർസ്റ്റ് അപ്ഡേറ്റ്സ് കൂടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ വ്യൂസ് കുറയ്ക്കുന്ന അപ്ഡേറ്റ്സുകൾ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ കാര്യങ്ങൾ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് യൂട്യൂബിൽ വരുന്നത് എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. ഈ 4 അപ്ഡേറ്റുകളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ അവർ നിങ്ങളുടെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് പോലും ചില സമയത്ത് നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ ഈ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ചെല്ലാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ് കുറേ നാളുകളായിട്ട് പല വഴിയിലൂടെയും യൂട്യൂബിൽ എത്താറുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് അന്നൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവർ ഈ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അതായത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു 10 വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ 10 വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ എല്ലാ സബ്സ്ക്രൈബേഴ്സിലും ചെല്ലുമ്പോൾ ഇതിൽ ഏതെങ്കിലും സബ്സ്ക്രൈബർ ഇതിലൊരു പകുതി വീഡിയോസ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ ഉടനെ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ബാക്കി പകുതി വീഡിയോസോ അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 വീഡിയോസ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷവും അവരതിനെ ക്ലിക്ക് ചെയ്ത് കാണുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് ഇനി മുതൽ നോട്ടിഫിക്കേഷൻ അയക്കത്തില്ല. ഈ ഒരു കൺഫർമേഷൻ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വന്നിരിക്കുകയാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വലിയ ഒരു ബാഡ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് കാണുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ, വാച്ച് അവർ, ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നീട് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോയുടെ ഈ നോട്ടിഫിക്കേഷൻ അയക്കുന്നത്, കൂടുതൽ ആളുകളിലേക്ക് റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെ നിന്ന് പോയി കഴിഞ്ഞാലോ പിന്നെ നമ്മുടെ വ്യൂസ് ഉറപ്പായിട്ട് അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വലിയ ഒരു ബാഡ് അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റും ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയ്ക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതാണ് ലോ ഹിസ്റ്ററി ബ്ലാങ്ക് ഹോം പേജ്. ഇത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾ നോർമലി ഏതൊക്കെ ചാനൽസിൻ്റെ വീഡിയോസ് കാണാറുണ്ടോ ആ ചാനൽസിൻ്റെ പുതിയ വീഡിയോസും ഒക്കെ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ പുതിയ വീഡിയോസ് കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് നിങ്ങളുടെ ഈ ചാനൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, അത് ലോഗിൻ ചെയ്യാതെയാണ് നിങ്ങളുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഹോം പേജ് കാണിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് അതിൽ വീണ്ടും അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ആരെങ്കിലും അവർ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ വളരെ ചുരുക്കമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ അവർ ഈ യൂട്യൂബ് വളരെ ചുരുക്കമേ ഓപ്പൺ ചെയ്യാറുള്ളൂ. എപ്പോഴും അവരെ ഓപ്പൺ ചെയ്യാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓപ്പൺ ചെയ്യും, നോക്കും, പിന്നെ അത് വെക്കും, പിന്നെ എന്തെങ്കിലും നോക്കിയാലായി, നോക്കിയില്ലെങ്കിലായി. ഇങ്ങനെ ഉള്ള ആളുകൾക്കും ഈ യൂട്യൂബിൽ പിന്നീട് അവർ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അവരുടെ ഹോം പേജും ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതായത് അവർ എന്തെങ്കിലും ആരുടെയെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹോം പേജിൽ പിന്നീട് കാണിക്കത്തില്ല, അവരുടെ ഹോം പേജ് തന്നെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കുക, നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരുടെ ചാനലിൽ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബ് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിൽ തന്നെ നമ്മുടെ വീഡിയോസ് കാണിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലൂടെയും നമുക്ക് നന്നായി വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതും ഇനി മുതൽ നിന്നു പോകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ബാഡ് അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റും ഇതുപോലെ തന്നെ ഒരു ബാഡ് അപ്ഡേറ്റ് തന്നെയാണ്. അതായത് യൂട്യൂബിൽ ഒരു ക്ലിപ്പിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ. അതായത് വലിയ വീഡിയോസിൻ്റെ ചെറിയ പാർട്ടുകൾ നമുക്ക് ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഫീച്ചറിനെ യൂട്യൂബ് ഇനി മുതൽ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ വലിയ വീഡിയോസിൻ്റെ ചെറിയ പാർട്ടുകൾ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് വാട്സാപ്പിലും മറ്റ് പല വഴികളിലൂടെ നമുക്ക് പലർക്കും അയച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഈ ക്ലിപ്പിനെ വൈറലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ വലിയ വീഡിയോസിൻ്റെ വ്യൂസ് നമുക്ക് കൂട്ടാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ക്ലിപ്പ് ചെയ്യാനുള്ള ഫീച്ചറിനെ യൂട്യൂബ് ഇപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇനി മുതൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ റീമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും യൂട്യൂബിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ക്ലിപ്പ് ചെയ്യുന്ന പരിപാടി, വലിയ വീഡിയോസിൻ്റെ ചെറിയ പാർട്ടുകളെ ക്ലിപ്പ് ചെയ്യുന്ന പരിപാടി അതിനെ വൈറലാക്കാനോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ ക്ലിപ്പ് ചെയ്തിട്ട് ഇനി മുതൽ നമുക്ക് പറ്റത്തില്ല യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ബാഡ് അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സെയിം അപ്ഡേറ്റിനെ തന്നെ വീണ്ടും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ യൂട്യൂബ് അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബാഡ് അപ്ഡേറ്റ്സ് വന്ന ആ അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സംഭവം യൂട്യൂബിലുണ്ട്. അതും ഓഡിയൻസിന് വേണ്ടിയുള്ള ആസ്ക് സ്റ്റുഡിയോ. ഈ ഓഡിയൻസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ ചോദിക്കാൻ പറ്റും, ഇതിൻ്റെ ഒരു സമ്മറി എടുത്തതാ. അപ്പോൾ അവർക്ക് സമ്മറി കൊടുക്കും. അവർ ആ സമ്മറി വായിച്ചിട്ട്
നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ അതിലൂടെ നമ്മുടെ വ്യൂസും കുറഞ്ഞു പോകും, വാച്ച് അവറും കുറഞ്ഞു പോകും, എല്ലാ കാര്യങ്ങളും കുറഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ആസ്ക് ജെമിനി എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. പകരം യൂട്യൂബ് ഇതിനെ ആസ്ക് സ്റ്റുഡിയോ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ആസ്ക് സ്റ്റുഡിയോ ഗ്ലോബലി യൂട്യൂബ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ഉള്ള ഓഡിയൻസിന് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ ചോദിക്കാം, സമ്മറി വായിച്ചിട്ട് അവരവരുടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ ഇതാണ് 4 ബാഡ് അപ്ഡേറ്റുകൾ ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. അപ്ഡേറ്റ്സുകളൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന അപ്ഡേറ്റുകളല്ല. പക്ഷേ അപ്ഡേറ്റുകൾ നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.